നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ റീഡിങ് തന്നെയാണ്. അതായത് ഇന്ന് പകൽ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ലാത്ത നിങ്ങളുടെ വ്യക്തി എന്താണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഇന്ന് പകൽ എന്താണ് ചിന്തിച്ചതെന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് തന്നെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കിത് വാലിഡ് ആവും. ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. എന്താണ് അവർ ഈ ഒരു പകൽ സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചതെന്ന് നമുക്ക് നോക്കാം. പകൽ സമയത്ത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചെന്ന് നോക്കാം. അവർക്ക് നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് ഉണ്ട്. നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങൾക്ക് ആ ഒരു വ്യക്തിക്ക് കുറ്റബോധമുണ്ട്. നല്ല രീതിയിൽ പോവേണ്ടിയിരുന്ന ഒരു ബന്ധമാണ്. റിഗ്രറ്റ് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് അവർക്ക് തീർച്ചയായിട്ടും. ഇവിടെ ഒരു 9 ഓഫ് സോർഡ് വന്നിട്ടുണ്ട്. കടുത്ത മാനസിക വേദനകൾ ആ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ട്. നിങ്ങളോട് ചെയ്ത അപരാധം, അതായത് നിങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത അനീതിയാണ് അവർ ചെയ്തതെന്നോർത്ത് ആ ഒരു വ്യക്തിക്കൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. ഡീപ്പായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു 5 ഓഫ് പെൻറ്റക്കിൾ ഉണ്ട്. ഈ ഒരു 5 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവർക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ട് പറ്റും. പക്ഷേ അവർക്ക് മാനസികമായിട്ട് ആ ഒരു വ്യക്തി ഒരുപാട്, അതായത് നിങ്ങൾ ഒരുപാട് അകലെയായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പം നിങ്ങളും അവരും തമ്മിൽ നേരത്തെ അവരെ തേടി നിങ്ങൾ പോകുമായിരുന്നു. അതായത് അവരുടെ പുറകെ, അവരുടെ കൈയും കാലും പിടിച്ച് എന്താണ് എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരണം എന്നൊക്കെ പറഞ്ഞ് ബെഗ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളതൊക്കെ അവസാനിപ്പിച്ച് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തന്നെ അവർക്കൊരു ഭയമുള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ പേടിയുണ്ട് അവർക്ക്, നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ. പക്ഷേ എന്നിരുന്നാലും അവർക്കൊരു പ്രത്യാശ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ അവരൊരു ഉറച്ച തീരുമാനം നിങ്ങൾക്കായിട്ട് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം നിങ്ങളെ അത്രത്തോളം ആ ഒരു വ്യക്തി, അപ്പോൾ ഇന്ന് പകൽ ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ മൊത്തം നിങ്ങളായിരുന്നു. ഇത് നിങ്ങളുടെ വൈഫാവാം, ഹസ്ബൻഡാവാം, ആരുമാവാം. അപ്പം നിങ്ങളുമായിട്ടൊരു ജീവിതം അവരാഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ കുഞ്ഞിൻ്റെ അമ്മയാവാനൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പകരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ വെമ്പൽ കൊള്ളുകയാണ്, അവരുടെ ഹൃദയം നുറുങ്ങുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ. അതുപോലെ തന്നെ നിങ്ങളും അവരും തമ്മിൽ ഒരുപാട് ഇപ്പോൾ അകൽച്ചയിലാണെന്ന് കാണുന്നുണ്ട്. മാനസികമായിട്ടും ഒരുപാട് നിങ്ങൾ വേർപിരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ഇപ്പോഴാണ് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. അവർക്കൊരു പശ്ചാത്താപം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് ആ ഒരു വ്യക്തി ഈ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു 5 ഓഫ് കപ്സും വന്നിട്ടുണ്ട്, ഒരു ജഡ്ജ്മെൻറ്റ് കാർഡും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് കുറ്റബോധമുണ്ട്. നിങ്ങളോട് ചെയ്ത കാര്യം ഓർത്ത് ആ ഒരു വ്യക്തിക്ക് കടുത്ത മാനസിക വേദനയുണ്ട്. ഞാനിവിടെ മനസ്സിലാക്കുന്നത് ഇതൊരു മാരേജ് കഴിഞ്ഞ വ്യക്തികളുടെ എനർജിയാണ് കൂടുതലും. കാര്യം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന, കല്യാണമൊക്കെ കഴിച്ചു തന്ന് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ബന്ധമാണ്. അതായത് വീട്ടുകാരുടെ സമ്മതത്തോടെ കല്യാണം കഴിച്ച വ്യക്തികൾ കൂടുതൽ ഇത് കാണുന്നുണ്ടാവും. ആ ഒരു ബന്ധമാണ് ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണ മൂലം നശിച്ചു പോയത്. എന്തൊക്കെയോ അവരുടെ എടുത്തുചാട്ടം കൊണ്ട് നശിച്ചു പോയത്. അപ്പോൾ അവർക്കൊരു കുറ്റബോധമുണ്ട്. നിങ്ങളോട് കടുത്ത അനീതി ചെയ്തതോർത്ത് ആ ഒരു വ്യക്തിക്ക് കുറ്റബോധമുണ്ട്. അവരുടെ മൈൻഡ് മൊത്തം ടെൻഷനാണ്. അവർക്ക് എന്താണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഒരു തീരുമാനം എടുക്കണം എങ്ങനെയാണെന്ന് അവർക്കറിയത്തില്ല. ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നൊരു സമയമാണ് അവർക്ക്. അതായത് അവരുടെ ഫാമിലിയൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷെ അവർ മാത്രമാണ് നിങ്ങളെ അവഗണിച്ചതായിട്ട് കാണുന്നത്. അവരുടെ ഫാമിലി, അങ്ങനെ ഒരു എനർജി വരുന്നുണ്ട്.
അതായത് അവരുടെ ഫാമിലിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെയൊക്കെ സമ്മതത്തോടു കൂടി നടന്നൊരു വിവാഹമായിട്ട് പോലും അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അതിലോർത്ത് ആ ഒരു വ്യക്തി പശ്ചാത്തപിക്കുന്നുണ്ട്, ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക്. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര കെയറിങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ ലേഡി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജെൻ്റ് ആയിരിക്കാം. ആരായാലും നിങ്ങൾ ഭയങ്കര കെയറിങ് ആണ്, വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങൾ. അവരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവർക്ക് വാല്യൂ കൊടുത്തിരുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ബന്ധമായിട്ട് കാണുന്നു നിങ്ങളുടെ ബന്ധം. അപ്പോൾ ഒരു അശരീരി പോലെ ജീവിതത്തിലേക്ക് ഏതോ ഒരു തേർഡ് പാർട്ടി, അല്ലെങ്കിൽ എന്തോ ഒരു അൺഫേവറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അവരെടുത്തൊരു തീരുമാനം, എടുത്തൊരു തീരുമാനം, എടുത്തുചാട്ടം മൂലം അവർക്ക് എടുത്തൊരു തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ ബ്രേക്കപ്പായി നിൽക്കുന്നത്. ഇതിപ്പോൾ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ബ്രേക്കപ്പ് ആയവരുടെ എനർജിയാണ് കാണുന്നത് ഇവിടെ. ആ ഒരു കാര്യത്തിൽ ആ ഒരു വ്യക്തിക്ക് കുറ്റബോധമുണ്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകുന്നു, പക്ഷേ ഇപ്പോഴാണ് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു, അപ്പോഴാ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്ത് തുടങ്ങിയതായിട്ടാണ് കാണുന്നത്. നമുക്ക് കുറച്ച് കാർഡും കൂടി എടുത്ത് നോക്കാം. എന്താണ് അവരുടെ കറണ്ട്, ഇന്ന് എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചെന്ന് നോക്കാം. യെസ്, അവർക്ക് നിങ്ങളെ വേണമെന്നുണ്ട്. സ്നേഹമൊന്നും എങ്ങും പോയിട്ടില്ല കേട്ടോ, അവർ സ്നേഹമൊന്നും എങ്ങും പോയിട്ടില്ല, എങ്ങും പോയിട്ടില്ല സ്നേഹം. ഒരു പ്രത്യാശയുണ്ട് അവർക്ക്, നിങ്ങൾ തിരിച്ചു വരുമെന്ന്. അതുപോലെ നിങ്ങളെ കൂടെ കൂട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ. അത്രത്തോളം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നാണ് കാണുന്നത്. അവർക്ക് നിങ്ങളെ കൂടെ കൂട്ടണം, അവർക്കൊരു പ്രത്യാശയുണ്ട് ഈ ഒരു കാര്യത്തിൽ. ഇതെല്ലാം നല്ല രീതിയിൽ നടക്കും എന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഒരു വേൾഡ് കാർഡ് വന്നതുകൊണ്ട് തന്നെ ഒരു അഷ്വേർഡ് സക്സസിനെയാണ് അവർക്ക് ഉറപ്പായിട്ട് പറയും, ഇതിനൊരു വിജയം ഉണ്ടാകുമെന്ന് അവർക്കറിയാം. കാര്യം ആ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ അത്രത്തോളം ആ ഒരു വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക്. ഇതെനിക്ക് മനസ്സിലാക്കാൻ തോന്നുന്നു, ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾ നാട്ടിലും ആ ഒരു വ്യക്തി, ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷനെ സൂചിപ്പിക്കുന്ന കാർഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് സ്ഥലത്തായിരിക്കും, രണ്ട് കൺട്രിയിലായിരിക്കാം. ഒരാൾ വെളിയിലാവാനുള്ള ചാൻസ് ഉണ്ട്, അതായത് ഗൾഫ് കൺട്രിയിലാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരാൾ നാട്ടിലും, നിങ്ങൾ നാട്ടിലും അവർ ഗൾഫ് കൺട്രിയിലും, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ അടുത്തൊരു ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇമോഷണലി ഭയങ്കര കണക്ഷനാണ്, ഭയങ്കര. ഒരു ഏസ് ഓഫ് പെൻറ്റക്കിൾ കാർഡ് വന്നിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആ ഒരു വ്യക്തിക്കെന്ന് പറഞ്ഞാൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ഒരിക്കലും, സ്നേഹത്തിനൊരു കോട്ടവും പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു സ്നേഹം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അവർ ഈ ഒരു സ്നേഹബന്ധത്തിലൊരു വിജയം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് വീണ്ടും ഒരു വഴിത്തിരിവിലേക്ക് വരുന്നതായിട്ടാണ്. ഇവിടെ ഒരു ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ കാർഡ് തന്നെയാണ്. അപ്പം നിങ്ങളുടെ ബന്ധം ഒരു വഴിത്തിരിവിലേക്ക് വരുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം നിങ്ങൾ തമ്മിൽ ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളെ വാല്യൂ ഒരു മനസ്സിലാക്കിയതായിട്ട് കാണുന്നുണ്ട്. ഒരു പെൻഡക്കിളിൻ്റെ എനർജി ആയതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. പക്ഷേ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊരു പ്രത്യാശയുണ്ട് ഈ ഒരു ബന്ധത്തിൽ. ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഒരാളൊരു ഗൾഫ് കൺട്രിയിലാവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അതുപോലെ ഈ ഒരു ബന്ധത്തിനൊരു പുതിയ തുടക്കം വേണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അത്രത്തോളം അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ. അതായത് നിങ്ങൾ ഒരുമിച്ചൊരു ജേർണി സ്റ്റാർട്ട് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രയ്ക്ക് അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ലൈഫ് നിങ്ങൾക്ക് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെയാണ് 9 ഓഫ് പെൻറ്റിക്കിൾ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കൊരു സുരക്ഷിതത്വം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനവും ഒക്കെ കൊടുക്കണം. അവർ നിങ്ങൾക്കൊരു പ്രാധാന്യം നേരത്തെ നിങ്ങളുമായിട്ടുള്ളൊരു ജീവിതത്തിൽ, ഒരുമിച്ചുള്ള ജീവിതത്തിൽ തന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റേബിൾ ആയതായിട്ട് കാണുന്നുണ്ട്. കുറച്ചും കൂടെ ഫൈനാൻഷ്യലായിട്ട് ആ ഒരു വ്യക്തി കുറച്ചും കൂടെ മെച്ചപ്പെട്ടു. അതുപോലെ തന്നെ പല പല ഇഷ്യൂസ് കൊണ്ടാവാം നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ആയത്. ഒരു സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലാത്തൊരവസ്ഥയാവാം. അതൊക്കെ ആ ഒരു വ്യക്തി സാമ്പത്തിക ഭദ്രതയൊക്കെ കൈവരിച്ചതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൊതിച്ചതുപോലെയുള്ളൊരു ജീവിതം ആയിട്ട് മുന്നോട്ട് പോകാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സക്സസ് ആയിട്ടുള്ളൊരു ജീവിതം, ഒരു ലക്ഷറി, ഒരു അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു ജീവിതം.
അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച ആ ഒരു ജീവിതം അത് നിങ്ങൾക്ക് തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു പേഴ്സണായിട്ടാണ് അവർ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ട് കാണുന്നത്. ഇപ്പം എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ ഇന്ന് പകൽ മൊത്തം അവർ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത്. നിങ്ങളിലേക്ക് വരാനാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് അത്രത്തോളം ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആ ഒരു വ്യക്തിക്കുണ്ട്. അവരുടെ ഓർമ്മകളിൽ നിങ്ങളാണ് ഇപ്പോഴും. പക്ഷെ നിങ്ങൾ മൂവ് ഓൺ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അത് തന്നെയാണ് ആ ഒരു വ്യക്തി തിരികെ നിങ്ങളിലേക്ക് വന്നത്. പക്ഷെ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ പേടിയുണ്ട്. കാര്യം നിങ്ങൾ അവരും തമ്മിൽ ഇപ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നിങ്ങളൊരുപാട് അകന്നുപോയി. ഇനിയിപ്പോൾ അവരെ മറന്നിട്ടോ ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട് അവർക്ക്. ഇനി അവരുടെ സ്ഥാനത്തേക്ക് പുതിയ ആരെങ്കിലും വന്നോ, നിങ്ങളല്ലേ ആരെങ്കിലും സ്വീകരിച്ചോ അവരുടെ സ്ഥാനത്തേക്ക്, അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷനുണ്ട്. ഇത് മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്കും കാണാം, ലവേഴ്സിനും കാണാം കേട്ടോ. അങ്ങനെ ഒരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങൾ തന്നെയാണ്. എത്രയൊക്കെ ഇതുണ്ടെങ്കിലും അവർ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം അത്രത്തോളം ഒരു ഡീപ്പായിട്ടുള്ളൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അവർ ഹാപ്പിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജോലിപരമായ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തി ഒട്ടും ഹാപ്പിയല്ല. ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവർ ലൈഫിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അവർക്ക് നിങ്ങളെ വേണം അവരുടെ ലൈഫിലേക്ക് തിരിച്ച്. അപ്പോൾ അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളാണ്. അത് തന്നെയാണ് ഇന്ന് പകൽ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ റീഡിങ്ങൊക്കെ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് കൂട്ടാക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതും കൂടെ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചെറിയ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വിജയിപ്പിക്കുക. കുറച്ച് പേർക്കെങ്കിലും എൻ്റെ റീഡിംഗ് കൊണ്ടൊരു പ്രയോജനം ഉണ്ടായെന്ന് ഞാൻ കരുതിക്കോട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രകാശം പരക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.